ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പലരും കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്ട്രക്ചർ കിട്ടാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കട്ട്ലേറ്റിൻ്റെ അതേ ഒരു ടേസ്റ്റിലും പെർഫെക്ഷനോടും കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അങ്ങനെ ഉള്ളിയൊക്കെ ഇവിടെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ബീഫ് കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത ശേഷം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മസാലയൊക്കെ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് അല്പം ചൂട് മാറിയ ശേഷം കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കട്ട്ലേറ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ അത്യാവശ്യം വണ്ണമുള്ള കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം നല്ലൊരു തിക്നെസ് വേണം, എന്നാലാണ് പൊട്ടിപ്പോവാതെ ഇരിക്കുക. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഈ കട്ട്ലേറ്റ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദയും ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് അല്പം ഒന്ന് ലൂസായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലേറ്റും ഇതിലേക്ക് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ റോൾ ചെയ്ത് കോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ഷേപ്പാക്കിയിട്ട് കിട്ടും. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 10 കട്ട്ലേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഓയിൽ ചൂടാക്കിയ ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കട്ട്ലേറ്റിന് എണ്ണയൊന്നും കുടിക്കാതെ കിട്ടുക. അതേപോലെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.